ഹായ് ഗായ്സ്, വെൽക്കം ടു ബേട്ടി വ്ളോഗ്സ്. ഇത് ഹോയാനിലെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. മോർണിംഗ് മാഡാ ഹിൽസിലൊക്കെ പോയി നടന്ന് ക്ഷീണിച്ച് വന്നപ്പോൾ ഒരു ഫുഡ് മസാജിന് കയറി. ഹോയാനിലെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മോട്ട് എന്ന് പറയുന്ന ഡ്രിങ്ക് ഞങ്ങൾ ആ സ്ട്രീറ്റ്സ് ഫുള്ള് ചുറ്റി തിരിഞ്ഞ് ഒന്നും കൂടി വാങ്ങിയിട്ടാണ് ഫുഡ് സ്പായ്ക്ക് എത്തിയത്. ദി നെക്സ്റ്റ് മോർണിംഗ് വി ടുക്ക് എ ഫ്ലൈറ്റ് ടു ഹനോയ്. We had banh mi for lunch and checked into the hotel. We could feel the ancient charm of Hanoi as we had our evening stroll through the old quarters. This is Hoi An Kiem Lake. Legend has it that Hoi An Kiem Lake, which is situated in the heart of Hanoi, is a home to a magical turtle. Before I tell you the story, let me tell you how I felt about Hanoi. Hoi An in Hanoi-ലെത്തുമ്പോൾ the place seemed a little off. അത്ര വൈബ്രൻ്റ് അല്ല. ഹോയ് ആയിരുന്നെങ്കിൽ ആൾക്കാരൊക്കെ ഭയങ്കര പ്ലസൻ്റ് ആയിരുന്നു. അവരെ കാണാൻ തന്നെ ഏതോ ഡ്രാമയിൽ നിന്ന് ഇറങ്ങി വന്ന ആൾക്കാരെ പോലെയാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. ബട്ട് ഇവിടെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ആൾക്കാരുടെ ഫേസ് ആയിക്കോട്ടെ, എവറിത്തിങ്, ദെയർ ഡ്രസ്സിങ്, ദെയർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഹൗ ദേ ട്രീറ്റ് us, അങ്ങനെ എല്ലാം മൊത്തത്തിലൊരു ഇത്തിരി റൂഡ്നെസ് ഒക്കെ ഉള്ള പോലെ തോന്നി. എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട്. അത്യാവശ്യം ക്യൂട്ടി സാധനങ്ങളൊക്കെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത് വിൽക്കുന്ന ഒരു കട. ഞങ്ങൾ വെള്ളം വാങ്ങിക്കാനായിട്ട് ആ കടയിൽ കയറി. അപ്പോൾ നെക്സ്റ്റ് 2 ദിവസത്തെ ഐറ്റിനറി ഓർത്തിട്ട് ഞങ്ങൾ നല്ല ടെൻഷനിലായിരുന്നു, എസ്പെഷ്യലി ട്രാവൽ ഓർത്തിട്ട്. അടുത്ത 2 ദിവസങ്ങളിൽ, അതായത് ട്രാങ്ങാനിലേക്കും ഹലോങ് ബേയിലേക്കും നമുക്ക് ഹനോയിൽ നിന്ന് പോയി അന്ന് തന്നെ തിരിച്ചെത്തുകയും വേണം. ഞങ്ങളിതിനെക്കുറിച്ച് ഞങ്ങളുടെ ഹോട്ടലിലെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവർ ഒരു ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അതായത് അത് പറ്റില്ല, നിങ്ങൾക്ക് ഒരു ദിവസത്തിനുള്ളിൽ പോയി വരുന്നതൊന്നും നടക്കില്ല, ആ രീതിയിലാണ് അവർ സംസാരിച്ചത്. പക്ഷേ ഈ തൊട്ടടുത്തുള്ള കടയിലെ കുട്ടി ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എങ്ങനെ ഈ 2 സ്ഥലത്തേക്കും നമുക്ക് അഫോർഡബിളായിട്ട് പോയിട്ട് വരാം എന്നുള്ളതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഈ കുട്ടി ഷെയർ ചെയ്ത് തന്നു. വെബ്സൈറ്റ് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ ഒരു കാർഡും തന്നു, എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. ആ കുട്ടിയുടെ കടയിൽ നിന്ന് ഞങ്ങൾ വെള്ളം മാത്രമേ വാങ്ങിയുള്ളൂ. ബട്ട് ഷി വാസ് സോ കൈൻഡ് ഇനഫ് ടു ഹെൽപ്പ് us. സോ ആൾക്കാരുടെ ലുക്കിലല്ല കാര്യമൊന്നും മനസ്സിലായില്ലേ? ഹനോയിലെ ആൾക്കാരുടെ ലുക്ക് കണ്ടിട്ട് അവരെല്ലാം റൂഡാണെന്ന് ഞാനൊരു ജഡ്ജ്മെൻറ്റൽ ഫേസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു കൈൻഡ് ജസ്റ്റർ ഉണ്ടായത്. ഇനി ഹോയ് ആൻ കിയം ലേക്കിൻ്റെയും നോക് സൺ ടെമ്പിളിൻ്റെ ഒക്കെ ഒരു ഹിസ്റ്ററി പറയാം. ഇവിടെ ലേ ലോയി എന്ന് പറയുന്ന ഒരു കിങ് ഉണ്ടായിരുന്നു 15th സെഞ്ച്വറിയിൽ. അങ്ങനെ അദ്ദേഹം റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് there were many invading forces such as the Mings. അപ്പോൾ ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗോഡ്സ് ഒക്കെ കൂടെ ഒരു ജയൻറ്റ് ടേർട്ടിലിനെ അയച്ചു എന്നാണ് പറയുന്നത്. ആ ജയൻറ്റ് ടേർട്ടിൽ വന്നിട്ട് ഒരു സ്വോർഡ് കൊടുത്തു, വാള്, ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ ഈ ജയൻറ്റ് ടേർട്ടിൽ പിന്നെയും ഹോയ് ആൻ കിയം ലേക്കിലെത്തിയിട്ട് കിങ്ങിൻ്റെ അടുത്ത് സ്വോർഡ് തിരിച്ചു ചോദിച്ചു, ടു റിട്ടേൺ ഇറ്റ് ടു ദ റൈറ്റ്ഫുൾ ഓണേഴ്സ്, അതായത് ദൈവങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഹെൻസ് ദ കിങ് റിട്ടേൺ ദ സ്വോർഡ് ടു ദ ടേർട്ടിൽ. അങ്ങനെ ഈ ലേക്കിന് മറ്റൊരു പേരും കൂടി ഉണ്ടായി, ദ ലേക്ക് ഓഫ് റീസ്റ്റോറിങ് സ്വോർഡ്. ഈ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ജയൻറ്റ് ടേർട്ടിൽസിനെ വിയറ്റ്നാമീസ് പീപ്പിൾ പലതവണ ഈ ലേക്കിൽ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു 1969 ആണ് ഒരു ജയൻറ്റ് ടേർട്ടിലും മരിക്കുന്നത്. അതിന് 250 കിലോഗ്രാം ആയിരുന്നു വെയിറ്റ്. 2016 വേറൊരു ടേർട്ടിലും കൂടി മരിക്കുന്നുണ്ട്. അതിൻ്റെ വെയിറ്റ് 169 കിലോഗ്രാം അങ്ങനെ എന്തോ. അപ്പോൾ ഈ 2 ടേർട്ടിൽസിനെയും ഇവർ വേർഷിപ്പിനായിട്ട് സ്റ്റഫ് ചെയ്ത് പ്രിസേർവ് ചെയ്ത് ഇപ്പോഴും ഈ ടെമ്പിൾസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ചെറിയ മാജിക്കൽ ഹിസ്റ്ററിയാണ് ഈ ഹോയ് ആൻ കിയം ലേക്കിനും സൺ ടെമ്പിളിനും ഒക്കെ ഉള്ളത്. അങ്ങനെ ടെമ്പിൾ വിസിറ്റൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ അച്ചപ്പം പോലത്തെ ഒരു സാധനം ടേസ്റ്റ് ചെയ്യാനെടുത്തില്ല, ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. ഈവനിങ് ആയപ്പോൾ നമ്മൾ ട്രെയിൻ സ്ട്രീറ്റിലേക്ക് എത്തി. അപ്പോൾ അവിടെ എപ്പോഴും വന്ന ട്രെയിൻ കാണാൻ പറ്റില്ല, സ്പെസിഫിക് ടൈമിങ്സ് ഉണ്ട്.
അപ്പോൾ ആ ടൈം നോക്കിയിട്ട് ഞങ്ങൾ എത്തിയതാണ്. എന്നാലും കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഈ സ്ട്രീറ്റിൻ്റെ 2 സൈഡിലും കഫേസൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും ഓർഡർ ചെയ്യണം. സോ അങ്ങനെ മൊഹിറ്റോ ഒക്കെ വാങ്ങി ഓർഡർ ചെയ്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു. ഇത് നമ്മുടെ ബാദുഷയൊക്കെ പോലത്തെ ഒരു ഐറ്റം ആയിരുന്നു. ചെറിയൊരു മുട്ടയുടെ ടേസ്റ്റും ഉണ്ട്. അങ്ങനെ അത്യാവശ്യം ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ റൂട്ടിലൂടെ ഒരു ട്രെയിൻ പാസ് ചെയ്തത്. Sitting at the train street and eagerly waiting for the train to rumble past was a surprisingly delightful experience. The anticipation, the roar of the engine, the rush of excitement was just simply thrilling. നമ്മളിതിൽ സ്റ്റേക്ക് ഉണ്ടാക്കി നമ്മൾ തന്നെ തിന്നാൻ പോവാണ് ഗൈസ്. അങ്ങനെ ഡിന്നർ കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ഈ ഒരു പ്ലേസാണ് നമ്മളെ സ്ട്രൈക്ക് ചെയ്തത്. ഇത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കുന്നു കരുതി. പക്ഷെ തമാശ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ പച്ച ഇറച്ചി കഴിച്ച് ശീലമുള്ളതായതുകൊണ്ട് ഇവർക്ക് അധികം കുക്കിംഗ് ഒന്നും ചെയ്യണ്ട. നമ്മൾ കുറച്ച് നേരം കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവർ കഴിഞ്ഞോ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് വരും. പക്ഷെ നമുക്ക് ഒരുപാട് ടൈം എടുക്കും ഇത് ഫുള്ള് വെന്ത് കിട്ടാനായിട്ട്. ഏതായാലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇവർ ഒരു സോസും തരും. ഞങ്ങൾ ബീഫ് സ്റ്റേക്കും ചിക്കൻ സ്റ്റേക്കും ആണ് ഉണ്ടാക്കി കഴിച്ചത്. അതുകൂടാതെ സൈഡ് ഡിഷ് ഓപ്ഷൻസ് ആയിട്ട് ലെറ്റ്യൂസ്, കിംചി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലേക്ക് നടന്നു. ഹനോയ് അത്യാവശ്യം ക്രൗഡഡ് ആണ്. അവിടെ ഇഷ്ടംപോലെ ഡ്രസ്സ് കട, ഷൂസിൻ്റെ, ക്രോക്സിൻ്റെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്രോക്സ്, വിയറ്റ്നാമീസ് സൊവനിയേഴ്സ് അങ്ങനെ. And that's a wrap of our evening adventure in Hanoi. Hope you enjoyed it too. See you in the next video. Bye-bye.